Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഈ പേപ്പർ ഡിസ്കസ് ചെയ്തത് 3 വർഷ ഡിഗ്രിയുടെ ഇംഗ്ലീഷ് പേപ്പർ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഈ പേപ്പറിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷ ഡിഗ്രിക്കാരുണ്ടല്ലോ, അവരുടെ സെക്കൻഡ് സെമ്മിൽ വരുന്ന ഇംഗ്ലീഷിൻ്റെ പേപ്പർ ഇത് തന്നെയാണ്. അതായത് അവരിപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പർ പഠിച്ചല്ലോ. അപ്പോൾ അതുപോലെ സെക്കൻഡ് സെമ്മിൽ പഠിക്കാൻ വരുന്ന പേപ്പറാണ് ഇത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 3 വർഷ ഡിഗ്രിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 6 ബ്ലോക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇവിടെ സെക്കൻഡ് സെമ്മിൽ 4 വർഷ ഡിഗ്രിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ 4 ബ്ലോക്ക് പഠിച്ചാൽ മതി. അതായത് ഫസ്റ്റ് ബ്ലോക്ക് പഠിക്കണ്ട, പകരം രണ്ടാമത്തെ ബ്ലോക്ക് പഠിക്കണം, റീഡിങ് ദ ഇഫക്റ്റീവ് സ്കില്ല്. അതുപോലെ 3ാമത്തെ ബ്ലോക്ക് പഠിക്കണം, അതായത് രണ്ടാമത്തെ ബ്ലോക്ക് പഠിക്കണം, പിന്നെ 3ാമത്തെ ബ്ലോക്ക്. അപ്പോൾ 3ാമത്തെ ബ്ലോക്ക് 3 വർഷ ഡിഗ്രിക്കാരെ സംബന്ധിച്ചിടത്തോളം 8 യൂണിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു 3ാമത്തെ ബ്ലോക്കിലെ 4 ചാപ്റ്റർ വരെ രണ്ടാമത്തെ യൂണിറ്റും അവിടുന്ന് അങ്ങോട്ട് വരുന്ന 5 മുതൽ 5, 6, 7, 8 വരുന്ന ചാപ്റ്റേഴ്സ് 3ാമത്തെ യൂണിറ്റുമായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട് 8 ചാപ്റ്ററിൽ 4 ചാപ്റ്ററുമായി ഡിവൈഡ് ചെയ്തിട്ട് 2ഉം 3ഉം ബ്ലോക്കുകൾ. പക്ഷെ യൂണിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാമറിന്റെ ഭാഗങ്ങളാണ് വരുന്നത്. ഗ്രാമറുമായി ബന്ധപ്പെട്ട യൂണിറ്റ്സ് ആണിത്. പിന്നെ 6ാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു 6ാമത്തെ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കാണ് 4ാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇപ്പോ സെക്കൻഡ് സെമ്മിന് പഠിക്കാൻ വരുന്ന 2ാമത്തെ ബ്ലോക്ക്. അപ്പൊ 2ാമത്തെ ബ്ലോക്ക് ഓൾറെഡി കംപ്ലീറ്റ്, അതായത് ആ ബ്ലോക്കിന്റെ പേര്. അപ്പൊ ഇവിടെ ഈ 2ാമത്തെ ബ്ലോക്കാണ് 1ാമത്തെ ബ്ലോക്കായിട്ട് പുതിയ ടെക്സ്റ്റിൽ സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ളത്. കാരണം ചാപ്റ്റേഴ്സും ഒരു വ്യത്യാസമില്ല, സെയിം സംഭവമാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ചാപ്റ്റേഴ്സും നോട്ടും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2ാമത്തെ ബ്ലോക്കാണ്, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് വരുന്നത് 1ാമത്തെ ബ്ലോക്ക് അതായിരിക്കും. അതുപോലെ തന്നെ 3ാമത്തെ ഗ്രാമറിന്റെ ബ്ലോക്ക്, ആ 3ാമത്തെ ഗ്രാമറിന്റെ ബ്ലോക്കിൽ ഏതാനും ഭാഗങ്ങൾ മാത്രമേ എടുത്തിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ പഠിക്കാൻ വരുന്നത് 6ാമത്തെ ബ്ലോക്കാണ്. 6ാമത്തെ ബ്ലോക്കിലും കുറച്ച് എടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാമറിന്റെ ബ്ലോക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ 3 വർഷ ഡിഗ്രിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിലെ 2ാമത്തെ ബ്ലോക്കും 3ാമത്തെ ബ്ലോക്ക് 8 യൂണിറ്റ്സ് ഉണ്ട്. അത് ഡിവൈഡ് ചെയ്തിട്ട് 2ഉം 3ഉം അങ്ങനെ മൊത്തം ഈ 2 ബ്ലോക്ക് തന്നെ നിങ്ങൾക്ക് 3 ബ്ലോക്കായിട്ട് പഠിക്കാറുണ്ട്. 2ാമത്തെ ബ്ലോക്കും 3ാമത്തെ ബ്ലോക്കും പിന്നെ 6ാമത്തെ ബ്ലോക്കും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ സെയിം സംഭവം, ഒരു മാറ്റവും ഇല്ല, അതേ സാധനം തന്നെ പഠിക്കാറുള്ളത്. അപ്പൊ നമുക്ക് ഇനി എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇതിൽ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ട 1ാമത്തെ ബ്ലോക്ക്, അതായത് പഴയ ടെക്സ്റ്റിൽ വരുന്ന 2ാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ വരുന്ന 3ാമത്തെ ബ്ലോക്ക് ഗ്രാമറാണ്. അപ്പൊ അതില് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഫസ്റ്റ് ഭാഗമാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു വരുന്നതില് മോഡൽ ഓക്സിലറീസ് വരെ ആ ഒരു സെക്ഷനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ നോക്കുക, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാൻ എന്നുള്ള മോഡൽ ഓക്സിലറിയുടെ ഉപയോഗമാണ്. ക്യാൻ എന്നുള്ളത് നോക്കൂ, നമ്മൾ ഇവിടെ ക്യാൻ എന്നുള്ളതിന്റെ 2 ഉപയോഗമാണ് പഠിക്കുന്നത്. ഒന്ന്, യൂസ്ഡ് ടു എക്സ്പ്രസ് എബിലിറ്റി, ഒരു വ്യക്തിയുടെ കഴിവ്, ഒരാളുടെ എബിലിറ്റി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി ക്യാൻ ടോക്ക് ഹിന്ദി ഫ്ലുവൻ്റ്ലി, ഫ്ലുവൻ്റ് ആയിട്ട് അയാൾക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിവ്. അടുത്തൊരു എക്സാമ്പിൾ ആണ്, ഷീ ക്യാൻ ലിഫ്റ്റ് ദിസ് ഹെവി ബോക്സ്, ഈ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഉള്ള ബോക്സ് ലിഫ്റ്റ് ചെയ്യാൻ, ഉയർത്താൻ അവൾക്ക് കഴിയും. അപ്പോൾ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് എബിലിറ്റി ആണ്.
രണ്ടാമത്തേത് ടു ഗിവ് പെർമിഷൻ, അതായത് അനുവാദം കൊടുക്കാനും. ടു ഗിവ് പെർമിഷൻ, അനുവാദം. അപ്പൊ ഇവിടെ എക്സാമ്പിൾ അനുവാദം കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പെർമിഷൻ കൊടുക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാനും അതുപോലെ തന്നെ പെർമിഷൻ ചോദിക്കാനും ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ഇത് മേ എന്നുള്ളത്. അപ്പൊ ആ മേ എന്നുള്ളതിന്റെ അതേ സെൻസിൽ അതേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. യു ക്യാൻ സിറ്റ് ഹിയർ, നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും, എബിലിറ്റി വെച്ച് പറയുമ്പോൾ. പക്ഷെ ഇവിടെ മേ എന്നുള്ളതിന്റെ അതേ അർത്ഥം പറയണം. യു ക്യാൻ സിറ്റ് ഹിയർ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പെർമിഷൻ ആവുമ്പോൾ പറയാം. അതുപോലെ തന്നെ യു ക്യാൻ വാച്ച് ദ പ്ലേ ഔട്ട്സൈഡ് നൗ, നിങ്ങൾക്ക് ഇപ്പോ പുറത്തു നിന്നും കാണാം. യു ക്യാൻ വാച്ച് ദ പ്ലേ, നിങ്ങൾക്ക് ഈ പ്ലേ, ഈ നാടകം വാച്ച് ചെയ്യാം. വാച്ച് ദ പ്ലേ ഔട്ട്സൈഡ് നൗ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തു നിന്നും വാച്ച് ചെയ്യാം. ഇനി അടുത്തത് കുഡ് എന്നുള്ളതാണ്. കുഡ് എന്നുള്ള മോഡൽ ഓക്സിലറി. ക്യാൻ എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് ഇത് കുഡ്. ഇനി ഒന്നാമത്തേത് ടു എക്സ്പ്രസ് പോസിബിലിറ്റി ഓർ അൺസർട്ടനിറ്റി, അതായത് സാധ്യത, പോസിബിലിറ്റി. അപ്പൊ നമ്മളോട് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ ചോദിക്കാം, അതായത് കുഡ് എന്നുള്ളത് പോസിബിലിറ്റിയെ കാണിക്കുന്നതിനുള്ള ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും. അപ്പോൾ കുഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി അല്ലെങ്കിൽ അൺസർട്ടനിറ്റി, അതായത് ഉറപ്പില്ലായ്മ, സാധ്യത. സാധ്യത, ഉറപ്പല്ല, സാധ്യത അല്ലെങ്കിൽ ഉറപ്പില്ലായ്മ. എക്സാമ്പിള് യു കുഡ് അച്ചീവ് സക്സസ് ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, നീ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നു. സാധ്യതയാണ്, ഉറപ്പല്ല, ഉറപ്പില്ലായ്മ കേട്ടോ. അതുപോലെ തന്നെ അടുത്തതാണ് വി കുഡ് കംപ്ലീറ്റ് ഇറ്റ് ഇഫ് വി ഓൾ ട്രൈഡ് ടുഗദർ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിക്കുകയായിരുന്നുവെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. സാധ്യതയാണ് കേട്ടോ, കഴിയുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പൊളൈറ്റ് റിക്വസ്റ്റ്, മാന്യമായിട്ടുള്ള റിക്വസ്റ്റ്. പൊളൈറ്റ് റിക്വസ്റ്റ് നടത്തുന്നതിനും നമുക്ക് കുഡ് ഉപയോഗിക്കാം. എക്സാമ്പിൾ കുഡ് ഐ ഗെറ്റ് എ പീസ് ഓഫ് പേപ്പർ, എനിക്കൊരു കഷ്ണം പേപ്പർ ലഭിക്കുമോ, ലഭിക്കാൻ കഴിയുമോ, വളരെ മാന്യമായിട്ട്. കുഡ് ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ, എനിക്കൊരു കപ്പ് ചായ ലഭിക്കാൻ കഴിയുമോ, ലഭിക്കുമോ. മൂന്നാമത്തേത് ടു ഇൻഡിക്കേറ്റ് എ സ്കില്ല് ഓർ എബിലിറ്റി ഓഫ് ദ പാസ്റ്റ് പീരീഡ്, അതായത് ഒരു വ്യക്തിക്ക് മുൻപുണ്ടായിരുന്ന, ഇന്നില്ല, മുൻപുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കഴിവ്, ഇപ്പോഴത്തെ അല്ല, മുൻപുണ്ടായിരുന്ന കഴിവ്. എക്സാമ്പിൾ ഇൻ മൈ ചൈൽഡ്ഹുഡ് ഐ കുഡ് ഈസിലി ക്ലൈംബ് എ ട്രീ, എൻ്റെ കുട്ടിക്കാലത്ത് ഐ കുഡ് ഈസിലി ക്ലൈംബ് എ ട്രീ, ഞാൻ നിഷ്പ്രയാസം ഒരു മരത്തിൽ കയറുമായിരുന്നു. പക്ഷെ ഇന്ന് കഴിയില്ല. അതാണ് പാസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ, ആ ഒരു സമയത്ത് ഒരു പീരീഡിൽ ഉണ്ടായിരുന്നത്. പീരീഡ് ഓഫ് ടൈമിൽ അല്ല, ഒരു പീരീഡിൽ. ഏർലിയർ മൈ ഗ്രാൻഡ് ഫാദർ കുഡ് വാക്ക് വിത്തൗട്ട് എ വാക്കിംഗ് സ്റ്റിക്ക്, ഇന്ന് കഴിയില്ല. മുൻപ് എൻ്റെ ഗ്രാൻഡ് ഫാദർ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കാതെ നടക്കുമായിരുന്നു. അപ്പൊ ഇതാണ് കുഡിന്റെ 3 ഉപയോഗങ്ങൾ. അതായത് പോസിബിലിറ്റി എക്സ്പ്രസ് ചെയ്യുക, പൊളൈറ്റ് റിക്വസ്റ്റ്, അതുപോലെ തന്നെ പാസ്റ്റ് പീരീഡിലെ കഴിവ്, പാസ്റ്റ് പീരീഡിലെ കഴിവ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതിൽ വുഡും കൂടി നോക്കാം കേട്ടോ. വുഡ് ഈസ് യൂസ്ഡ്, വുഡ് എന്നുള്ളത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ടു എക്സ്പ്രസ് വില്ലിങ്നെസ് ഓർ ഡിറ്റർമിനേഷൻ, ഒരു വ്യക്തിയുടെ സന്നദ്ധത, വില്ലിങ്നെസ് അല്ലെങ്കിൽ ഉറച്ച തീരുമാനം. ഒരു വ്യക്തിയുടെ, ഒരാൾ വില്ലിങ് ആണ് എന്ന് വെച്ചാൽ ഒരാൾ സന്നദ്ധനാണ്, നമുക്കത് വുഡ് ഉപയോഗിച്ച് പറയാം. അതായത് അത് എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, എന്ത് ചോദിക്കാം? അതായത് വുഡ് ഉപയോഗിച്ചിട്ട് വില്ലിങ്നെസ്സിനുള്ള ഒരു എക്സാമ്പിൾ കേട്ടോ. അപ്പൊ എക്സാമ്പിൾ ഇതാണ്, ഹി സെഡ് he would visit a doctor at the earliest,
എത്രയും പെട്ടെന്ന് അയാൾ ഒരു ഡോക്ടറെ കാണുമെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അയാളുടെ ആ ഒരു വില്ലിങ്നെസ് ആണ്. ദ സീനിയർ ഓഫീസർ വുഡ് ഹാവ് ഹിസ് ഓൺ വേസ്. സീനിയർ ഓഫീസർക്ക്, എൻ്റെ മേലുദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അതൊരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇത് നോക്കൂ, അടുത്ത വുഡിന്റെ ഉപയോഗമാണ് ടു എക്സ്പ്രസ് എ ഹാബിച്വൽ ഓർ കസ്റ്റമറി ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. അതായത് ഒരു വ്യക്തിയുടെ മുൻപത്തെ ശീലം, പാസ്റ്റിലെ ശീലം, അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരു വ്യക്തി സ്ഥിരമായി ചെയ്തിരുന്നത് കസ്റ്റമറി ആക്ഷൻ. പാസ്റ്റിൽ കേട്ടോ, ഇപ്പത്തെ അല്ല. നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. ആഫ്റ്റർ ലഞ്ച് ഹി വുഡ് സ്ലീപ് ഫോർ ആൻ അവർ. ഭക്ഷണശേഷം അവൻ 1 മണിക്കൂർ ഉറങ്ങുമായിരുന്നു. പാസ്റ്റിൽ, ഇപ്പൊ ഇല്ല. അതുപോലെ തന്നെ ഹി വുഡ് സിറ്റ് ഇൻ ഹിസ് റൂം ആൻഡ് വാച്ച് ഹിസ് ഫേവറേറ്റ് ഫിലിംസ് ഫോർ അവേഴ്സ്. അവൻ അവൻ്റെ റൂമിലിരുന്ന് മണിക്കൂറുകളോളം ഇഷ്ടപ്പെട്ട സിനിമകൾ കാണുമായിരുന്നു. കാരണം ഇപ്പോഴത്തെ കാര്യമല്ല, പാസ്റ്റിലെ അവൻ്റെ ഇഷ്ടപ്പെട്ട അവൻ്റെ രീതികൾ, അവൻ്റെ ശീലങ്ങൾ പാസ്റ്റിലെ. അടുത്തത് മൂന്നാമത്തേത് ടു എക്സ്പ്രസ് എ വിഷ്. ഒരാഗ്രഹം പ്രകടിപ്പിക്കാം, ഒരു വിഷ്. അപ്പൊ വുഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ പറ്റും. നോക്കൂ, ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആവാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹമാണ്. ഷീ വുഡ് ലൈക്ക് ടു മീറ്റ് യു. എന്നെ കാണാൻ അവൾ ആഗ്രഹിക്കുന്നു. എന്നെ മീറ്റ് ചെയ്യാൻ അവൾ ഇഷ്ടപ്പെടുന്നു. ഷീ വുഡ് ലൈക്ക്, അവൾ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അടുത്തത് വുഡ് ഉപയോഗിച്ച്, കുഡ് പോലെ തന്നെ വുഡ് ഉപയോഗിച്ച് പൊളൈറ്റ് ക്വസ്റ്റ്യൻ. കണ്ടോ? വുഡ് യു പ്ലീസ് ഗിവ് മീ എ പെൻ. എനിക്ക് ഒരു പേന നൽകുമോ? വുഡ് യു പ്ലീസ്, ദയവ് ചെയ്ത്, അല്ലെ? വുഡ് യു പ്ലീസ് ഗിവ് മീ എ പെൻ. എ പൊളൈറ്റ് റിക്വസ്റ്റ് വിത്ത് വുഡ്. കേട്ടോ, പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ വുഡ് യു ലൈക്ക് ടു വാച്ച് എ മൂവി. ഒരു മൂവി കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു വാച്ച് എ മൂവി. അപ്പൊ വുഡ് യു എന്നുള്ളതിന് ശേഷം നമ്മൾ V1 ഇൻഫിനിറ്റീവ് വേർബ് ഉപയോഗിക്കണം കേട്ടോ. വുഡ് യു ലൈക്ക് ടു വാച്ച് എ മൂവി. നാലാമത്തേത് ടു എക്സ്പ്രസ് ഇംപോസിബിൾ ഓർ ഇംപ്രോബബിൾ കണ്ടീഷൻ. അസാധ്യമായിട്ടുള്ള, നടക്കാൻ സാധ്യതയില്ലാത്ത കണ്ടീഷൻ. എക്സാമ്പിൾ, ഇഫ് ഐ വേർ എ മിനിസ്റ്റർ ഐ വുഡ് ബിൽഡ് എ ന്യൂ ഹോസ്പിറ്റൽ. ഞാൻ മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഞാനൊരു ബിൽഡിംഗ്, ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുമായിരുന്നു. ഇഫ് ഐ വേർ എ നൈറ്റിംഗേൾ, ഇഫ് ഐ വേർ എ നൈറ്റിംഗേൾ, ഞാനൊരു വാനമ്പാടി ആയിരുന്നെങ്കിൽ ഐ വുഡ് സിംഗ് മെലോഡിയസ്ലി, മധുരകരമായിട്ട് ഞാൻ പാടുമായിരുന്നു. നടക്കാത്ത കാര്യം. നോക്കൂ, അടുത്തത് വുഡ് റാദർ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ ചോയ്സ് ഓർ പ്രിഫറൻസ്. ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു താല്പര്യം, ഒരാളുടെ ഇഷ്ടം, ഒരാളുടെ പ്രിഫറൻസ് കാണിക്കുന്നതിന് വേണ്ടി വുഡ് റാദർ ഉപയോഗിക്കുന്നു. ഏതാണ് വുഡ് റാദർ? നമ്മൾ ശ്രദ്ധിക്കുക, വുഡ് റാദറിന്റെ കൂടെ ദാൻ ചേർത്തിട്ട് കേട്ടോ. എക്സാമ്പിൾ നോക്കൂ, ഹി വുഡ് റാദർ റീഡ് എ ബുക്ക് ദാൻ പ്ലേ ഗെയിംസ്. ഗെയിംസ് കളിക്കുന്നതിനേക്കാൾ പുസ്തകം വായിക്കാൻ അവൻ താല്പര്യപ്പെടുന്നു. പ്രിഫറൻസ് ഓർ ചോയ്സ്. അതായത് ഒരുത്തന്റെ മുൻപിൽ ഒരു ഗെയിമും പുസ്തകവും വെച്ച് കഴിഞ്ഞാൽ ഹി വുഡ് റാദർ റീഡ് എ ബുക്ക്. അവൻ എന്താ താല്പര്യപ്പെടുന്നത്? പുസ്തകം വായിക്കാൻ അവൻ താല്പര്യപ്പെടുന്നു. എന്തിനേക്കാൾ? ദാൻ പ്ലേ ഗെയിംസ്, ഗെയിംസ് കളിക്കുന്നതിനേക്കാൾ. ഷീ വുഡ് റാദർ അപ്പോളജൈസ് ദാൻ പേ ദ ഫൈൻ. ഫൈൻ അടക്കുന്നതിനേക്കാൾ ക്ഷമാപണം നടത്താൻ അവൾ താല്പര്യപ്പെടുന്നു. അപ്പൊ അവള് ക്ഷമാപണം നടത്താനാണ് താല്പര്യപ്പെടുന്നത്. ഷീ വുഡ് റാദർ അപ്പോളജൈസ്. അവള് ക്ഷമാപണം നടത്താൻ കൂടുതൽ താല്പര്യപ്പെടുന്നു. ഷീ വുഡ് റാദർ അപ്പോളജൈസ്. എന്തിനേക്കാൾ? ദാൻ പേ ദ ഫൈൻ, ഫൈൻ അടക്കുന്നതിനേക്കാൾ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, തൽക്കാലം ഈ ഒരു ഷോർട്ട് വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാ ആളുകളും എന്ത് ചെയ്യാം,
അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട് ഗ്രാമറിന്റെ, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് മൊത്തം 4 യൂണിറ്റ്, 4 ബ്ലോക്കിൽ 2 യൂണിറ്റ് എന്താണ് ഗ്രാമറാണ് കേട്ടോ. അപ്പൊ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അതായത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും 10 മാർക്കിന്റെ ക്വസ്റ്റ്യനും എല്ലാ സെക്ഷനും എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ഗ്രാമറിൽ വരാറുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, എല്ലാവരും ഫുള്ളായി കാണുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.